ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. അയ്യോ, എന്റെ ആടിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയാവോ? അയ്യോ, എന്റെ ആട് കിണറ്റിൽ പോയേ, ഓടിവായോ. ചിന്നുവേ, മേഴ്സിയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്, എന്നാന്നറിയില്ല. ബേച്ചേട്ടാ ഓടിവായോ, എന്റെ ആട് കിണറ്റിൽ പോയേ, ഓടിവായോ, ഓടിവായോ, ഒന്ന് രക്ഷിക്കണേ, ഓടിവായോ, ഓടിവായോ, ഓടിവായോ. ഇറങ്ങ് ബേച്ചേട്ടാ, വേഗം ഇറങ്ങ്, വേഗം ഇറങ്ങ്, എന്റെ കാല് കുടുങ്ങി കിടക്കുക, ഓടി ഇറങ്ങ്. അതാ ബേച്ചേട്ടാ ഇങ്ങനെ തിരിച്ചിട്ട് എന്റെ ആട് കിണറ്റിൽ പോയി. ചേച്ചി രാവിലെ അഴിച്ചു വിട്ടതായിരുന്നു തീറ്റാൻ വേണ്ടിയിട്ട്. അവള് ഇത് എപ്പോഴും ഓടി നടന്ന് ആ കാലിന്റെ കെട്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് അഴിക്കുക ബേച്ചേട്ടാ, അപ്പൊ ശരിയാവും അത്. ഓ ചേട്ടാ, ഇതിനെ ആ മുകളിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയാലേ ഉടക്കി വീഴാതെ ഇരിക്കാൻ പാത്രം കെട്ടണേ. ഏതായാലും ഇച്ചിരി നേരം ഇരിക്കാൻ പേടിച്ചു പോയി. അതെ, ഇരിക്കേ അനിച്ചി. ശരിക്കും പറഞ്ഞാലേ ഈ ശബ്ദം കേട്ട് വെച്ചപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കർത്താവ് മേഴ്സിയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്, ഇതെന്നാ പറ്റിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കലന്താനിപ്പള്ളി പോകാനായിട്ട് വന്നതാണ്. അതെ, പള്ളി പോകാനായിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ ഇതിലെ നടന്നിങ്ങ് പോരുമായിരുന്നു. ഇച്ചിരി ദൂരമല്ലേ ഉള്ളൂ. അപ്പൊ എന്നെ ഞാൻ ഓർത്ത് എന്തോ സംഭവം നടന്നല്ലോ. വണ്ടി കൊണ്ടുവന്നില്ല, ഞങ്ങൾ പേടിച്ചു പോയി. ആടാണോന്ന് അറിയാവോ, മേഴ്സിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു വിറവില് വന്നുപോയി, പേടിച്ചു പോയി. കാലും കയ്യും എല്ലാം കുരുങ്ങിപ്പോയി. അവിടെ കിണറിനകത്തൊരു കയറ് കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ ചേർന്ന് കെട്ടിപ്പോയി. അവളെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു. എപ്പോഴും അഴിച്ചു വിടുന്ന ആടാണ്. ഓടി നടന്നിങ്ങനെ ചാടിപ്പോയത് അറിയാതെ ഓടി വന്ന വഴി കെട്ടില്ലല്ലോ, അത് കാരണം വേവിച്ചേട്ടനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. വേവിച്ചേട്ടനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് ബേബി പണിക്കുണ്ടായിരുന്നു. ഏതായാലും എന്റെ ദൈവമേ, ആകെ ഒരു സംഭവം അങ്ങ് നടന്നു. എന്തോ ഒരു ഭയങ്കര ഇതായി പോയി. അല്ല, നമ്മളിവിടെ ആളുണ്ടായിരുന്നോണ്ടല്ലേ, ഇല്ലെങ്കിൽ പിന്നെ അല്ല, ശരിക്കും പറഞ്ഞാൽ അമ്മക്കൊക്കെ കർത്താവിന്റെ സംരക്ഷണം തന്നെയാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കും എൻ്റെ മേഴ്സി ഇപ്പൊ ആ ആട് കിടക്കണം കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് അതിനകത്തൊരു മനുഷ്യനെ അങ്ങനെ കുരുങ്ങി കിടക്കണമെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി അല്ലേ. ഒരു വല്ലാത്ത നമ്മൾ ആ കാഴ്ച പോലും നമുക്കൊരു ഭീകരതയായിട്ട് തോന്നും അല്ലേ. കൈയും കാലും എല്ലാം കുരുങ്ങി കഴുത്തിന് കുഴുക്കും വീണ് അനങ്ങാൻ മേലാതെ കിടക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യൻ കിടക്കുവാണല്ലോ നമുക്കൊരു വല്ലാത്ത ഭീകര കാഴ്ചയായിരിക്കും അല്ലേ. അപ്പം എനിക്ക് തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം മനുഷ്യരെ ഈ രൂപത്തിൽ ഇങ്ങനെ കൈയും കാലും കെട്ടപ്പെട്ട രീതിയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നുണ്ടെന്നറിയാവോ. അതായത് ഇത് കുഴിയിൽ നമ്മളിപ്പോൾ കിണറ്റിനകത്ത് കിടക്കണ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും, അയ്യോ ഒരു പ്രയാസവും ഭീകരതയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലും ജോലി സ്ഥലത്തും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം അനേകം മനുഷ്യർ കെട്ടപ്പെട്ട് കിടക്കുക. അത് നമ്മുടെ കണ്ണിന് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണിന് കാണത്തില്ലെന്നേ ഉള്ളൂ അത്. പക്ഷെ ആത്മീയമായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഭൂരിഭാഗം മനുഷ്യർ. അത് കെട്ടപ്പെട്ടെന്ന് പറയുമ്പോൾ മേഴ്സി പറഞ്ഞാൽ പാപാവസ്ഥയിൽ കിടക്കുന്നതാണ്. ഇപ്പം ശരിക്കും ആ ആട്ടുകുഞ്ഞിൻ്റെ കൈ രണ്ടും കാലും കുരുങ്ങിപ്പോയി അല്ലേ, കുരുങ്ങിപ്പോയി, കഴുത്തിനും കുരുക്ക് വീണു. ഈ ആട് അതിനകത്ത് വീണുന്നത് മനഃപൂർവ്വമല്ല. ആടുംകുഞ്ഞ് കിണറ്റിനകത്തേക്ക് ചാടിയതുമല്ല, അത് മനഃപൂർവ്വം ഇറങ്ങിയതുമല്ല, അറിയാതെ വീട് പോവുക.
ഓടി വന്ന വഴി അബദ്ധത്താ വീണുപോയി. അപ്പൊ വീണ് പോയി അവിടെ കിടന്ന് രക്ഷപ്പെടാൻ ഒരു തത്രപ്പാട് കഴിച്ചപ്പോഴാണ് ഈ കുരുക്ക് വീണത്. ആ കുരുക്ക് പിന്നെ അതിനെ അഴിക്കാൻ പറ്റില്ല. ഈ ആടിന് സ്വയം അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല, ഈ കുരുക്ക് ഒഴിക്കാൻ പറ്റില്ല. അതിന് അവിടെ കിടന്ന് നിലവിളിക്കാനേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് നിലവിളിക്കുകയോ ഇല്ല, കുരുക്ക് കൂടി വരുവേ ഉള്ളൂ. അപ്പൊ ചത്തും പോവും. അപ്പം ഈ കുരുക്കിന്റെ ഇത് കൂടി കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ മിണ്ടാൻ മേല, കരയാൻ പറ്റില്ല. ആ അവസ്ഥയിൽ പിന്നെ അതിന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാ അതിൻ്റെ അവസ്ഥ അല്ലേ? ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ മനുഷ്യരുടെ കാര്യം എന്ന് പറഞ്ഞാൽ. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സ്വന്തമായിട്ടല്ലേ ഞാൻ മനഃപൂർവ്വം പാപം ചെയ്യുമെന്നും പറഞ്ഞാൽ ആരും ചെയ്യുന്നവരില്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയാതെ, സാത്താൻ തന്ത്രശാലിയാണല്ലോ. അപ്പം പ്രലോഭനങ്ങൾ, മനോഹരമായ പ്രലോഭനങ്ങളാണ് നമുക്ക് തരുവുള്ളൂ. ഇപ്പം കൊമ്പും വാലും ഒക്കെ ആയിട്ട് ഭീകര ജീവിയായിട്ട് വന്ന് നീ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഒന്നും ചെയ്യല, പാവം ചെയ്യില്ല. ഇത് വളരെ സ്നേഹപൂർവ്വം നല്ല സന്തോഷം തരുന്നതായ പ്രലോഭനങ്ങളിലൂടെ നമ്മളെ വീഴ്ത്തുക. അപ്പം ആദ്യം ഒരു കുരുക്കങ്ങ് വീഴിക്കും നമ്മളെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മദ്യപാനത്തിലേക്ക് ഒരാളങ്ങ് ആദ്യം ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പാപമാണെന്നോ അല്ല ഇത് നമുക്ക് ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നോ അറിഞ്ഞല്ല ആരും കുടിക്കാൻ പോകുന്ന ആദ്യം. പിന്നെ അല്ലേ യുവജനങ്ങളാണേലും ഒരു രസത്തിന് വേണ്ടി ആദ്യം ഒന്ന് കൂടുന്നതാണ്. പക്ഷെ അതങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ ആദ്യത്തെ ഫസ്റ്റിൽ തന്നെ ഒരു കുഞ്ഞു കുരുക്കേ വീഴുന്നുള്ളൂ. അന്നേരം ഒരു കുഴപ്പം നമുക്ക് ഫീൽ ചെയ്യല. പക്ഷേ അതങ്ങ് ബന്ധിക്കപ്പെട്ട് വീണ്ടും 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 അത് ആവർത്തിച്ച് കഴിയുമ്പോഴതിൻ്റെ അടിമത്തത്തിൽ വരുക. ഇപ്പം കെട്ട് കുരുങ്ങുക. അങ്ങനെ കുരുങ്ങിക്കഴിഞ്ഞാൽ അതിപ്പം മദ്യപാനം തന്നെയല്ല, പാപത്തിൻ്റെ ഏതവസ്ഥയും, വ്യഭിചാരാസക്തിയാകാം, വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, എന്തും ജഡികമായ എന്തും നമ്മളെ ഇങ്ങനെ കുരുക്കിലാക്കും. അപ്പം ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ അവർക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം മദ്യത്തിന് അടിമയായി പോയ ഒരു മനുഷ്യന് ഒരിക്കലും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. ചിലർ വീമ്പിളക്കും, ഞാൻ കുടി നിർത്തിക്കോളാം എന്നൊക്കെ പറയും. പക്ഷെ വെറുതെയാണ്. അതിൻ്റെ പറ്റില്ല, അതിനെക്കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ചെയ്യും, അതാ കുരുക്കിലേക്ക് കുരുങ്ങി ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഒക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് അല്ല ഒരു പ്രാർത്ഥന അങ്ങനെയൊക്കെ ഒന്ന് തിരിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ കെട്ടിലെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ മറ്റുള്ളവരാരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അതിനെ നമ്മൾ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അല്ലാണ്ട് സ്വയം എന്നെ രക്ഷിക്കുമെന്ന് പറയാനും പറ്റുന്നില്ല. ഇപ്പം ആട്ടുംകുഞ്ഞ് കരഞ്ഞത് കൊണ്ടല്ലേ മേഴ്സി ഓടി വന്നു. അതിന് കരയാൻ പറ്റുന്നില്ലെങ്കിലോ മേഴ്സി അറിയില്ല, അതവിടെ കിടന്ന് ചത്തു പോകുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലവിളിയുടെ അവസ്ഥ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കെട്ടപ്പെട്ട അവസ്ഥയിൽ അനേക മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ മാർഗമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. ചില ഭാര്യമാരൊക്കെ കണ്ണീരോട് ചോദിക്കും, എൻ്റെ ഭർത്താവിൻ്റെ കുടിയൊന്നും മാറ്റാം, എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടട്ടെ. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഈ ബന്ധിതർക്ക് മോചനം തരാൻ ഈ ലോകത്തിൽ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയുണ്ട്. അതാരാ? ഈശോയ. അതാ ഈശോ പറഞ്ഞ, ഈശോ ഏതാ ലൂക്കായുടെ സുവിശേഷത്തിലാന്ന് തോന്നുന്നു, ലൂക്ക 4:18 അല്ലേ? ഈശോയ്ക്ക് ഗ്രന്ഥം വായിക്കാനായിട്ട് ഈശോയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഈശോ എന്ത് ചെയ്തു? അത് വായിച്ചതിനകത്ത് ലൂക്ക 4:18 അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പം ആ പുസ്തകം അടച്ച് ഈശോ അവിടെ ഇരുന്നു. അപ്പം ഈശോ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈശോ പ്രഖ്യാപിച്ചു, ഞാൻ എന്തിനാ വരുന്നത്, ഞാൻ എന്തിനാ ഈ ലോകത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ബന്ധിതർക്ക് മോചനം തരാൻ വരുന്ന കർത്താവാണ്. അപ്പം ഏത് ബന്ധനാവസ്ഥ ആയിക്കോട്ടെ, പാപത്തിൻ്റെ ഏത് കുരുക്കും, ശക്തമായ ഏത് കുരുക്കിലും ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈശോ വന്നു എന്ന് ഈശോ സ്വയം വെളിപ്പെടുത്തുക, നമ്മളോട് പറഞ്ഞു തരുമോ, ഞാൻ ആരാണെന്ന് ഈശോ അങ്ങ് വെളിപ്പെടുത്തി തരുവാ നമുക്ക്. അപ്പോൾ ഏത് ബന്ധനത്തിൽ, പാപത്തിൻ്റെ ഏത് ബന്ധനാവസ്ഥയിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെയും രക്ഷിക്കാൻ ഒരു കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.
നമുക്ക് ബോധ്യം വേണം. എത്ര ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കുടുംബങ്ങളിൽ കുടുംബനാഥന്മാർ മദ്യത്തിനടിമയാണ്. അപ്പം ഈ കണ്ണുനീരും ഈ ജീവിതത്തിൻ്റെ തകർച്ചയും കണ്ട് മടുത്തിട്ട് ചില ഭാര്യമാർ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. അപ്പോൾ അവരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്നത് തന്നെ ഇതാര് രക്ഷിക്കുക, ഈ മനുഷ്യനെ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കുക, എവിടെയാണ് ഇതിനെ രക്ഷിക്കാൻ പറ്റണത്. ചിലർ ഡൈവോഴ്സിന് ഒരുങ്ങുക, ഡൈവോഴ്സിന് പേപ്പേഴ്സും മൂവ് ചെയ്യുക, കാരണം അവർക്ക് പറ്റണില്ല. പക്ഷെ തിരിച്ചറിയണം, രക്ഷിക്കാൻ ഒരാളുണ്ട്. ഈ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുമല്ലേ ചെയ്യുന്നത് ഓരോരുത്തർക്ക്. അപ്പോൾ ഒരു ഈശോ ഉണ്ട്, ആ ഈശോ വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആ പൂർണ്ണ വിശ്വാസമാണ് നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഈശോയോട് നമ്മൾ പറയണം. അതാ മാധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ഈശോയോട് പറയാം, എൻ്റെ ഈശോ, കാരണം നമുക്കും അവരുടെ കെട്ടഴിക്കാൻ പറ്റില്ല. ഇപ്പം മേഴ്സിക്ക് കെട്ടിച്ചാടി കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല. അവ ബേബിക്കേ പറ്റുള്ളൂ. ബേബി ആയതുകൊണ്ട് അത് കെട്ടിനകത്ത് എടുത്തി ആടി, കുഴിയിലെടുത്തി ആടി രക്ഷിച്ചെടുത്തോണ്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇതും. ഒരാൾ കുഴി കിടക്കുക. അപ്പം ഇപ്പം നമ്മൾ ഇത് അറിയില്ലെങ്കിൽ ഇങ്ങനെ രക്ഷിക്കാൻ ഈശോ ഉണ്ടെന്നും ഈ മനുഷ്യൻ്റെ സ്വയം അല്ല അവൻ പ്രലോഭനത്തിൽ പെട്ട് ബന്ധിതനായതാണെന്ന് തിരിച്ചറിവില്ലെങ്കിലോ നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മളിപ്പം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുക. നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് കാണിക്കണത്, നിങ്ങളുടെ കുടി അങ്ങ് നിർത്ത്, നിൻ്റെ എടുത്തിയാട്ടം നിർത്ത്, നിൻ്റെ വാശി നിർത്ത്. ആ വ്യക്തിക്ക് പറ്റില്ലെന്നേ, അത് നിർത്താൻ പറ്റില്ല. കാരണം ആ വ്യക്തി അതിൻ്റെ അടിമത്തത്തിലായിപ്പോയി. ആ സ്വഭാവത്തിൽ നിന്ന് മോചിതരാകാൻ സ്വയം കഴിവില്ല. അപ്പോൾ ആ വ്യക്തിക്ക് അത് അറിയില്ലായിരിക്കാം. ഇപ്പം ആട്ടുംകുഞ്ഞിനെ അറിയത്തില്ലോ. ഇല്ല. പക്ഷെ നമ്മളറിയണം. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരുടെ സാക്ഷി ജീവിതം അതാണല്ലോ. നമ്മളിതറിഞ്ഞു, എന്നിട്ട് നമ്മളിനി എന്നാ ചെയ്യണം? നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടുന്ന ഇപ്പം ബേബി കിണറ്റിലിറങ്ങി ആട്ടുകുഞ്ഞിൻ്റെ കെട്ടുകൾ അഴിച്ചതുപോലെ നമ്മൾ ഈ വ്യക്തിയെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് കരഞ്ഞപേക്ഷിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണുനീരൊഴുക്കി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. പക്ഷേ ഈശോയാണ് കെട്ടഴിക്കുന്നത്. നമുക്കും അവരുടെ കെട്ടഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഈശോയുടെ ശക്തിയിൽ നമ്മൾ നിറഞ്ഞ് ഈശോയാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മളിലൂടെയും ഈശോ പ്രവർത്തിക്കും. അവരുടെ ബന്ധനങ്ങളെ അഴിക്കാനുള്ള ഒരു കൃപ, അതെ, ഒരു കൃപ നമുക്ക് തന്നാൽ നമുക്കത് നമ്മളെ കൊണ്ട് ഈശോ ചെയ്യിക്കുക അത്. അപ്പം ഈശോ സ്നേഹിക്കുന്നു. ബന്ധിതനായി കിടക്കുന്ന ബന്ധിതയായി കിടക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് അതിനെ രക്ഷിച്ചെടുക്കാൻ ഈശോ ഒരു വ്യക്തിയെ നമ്മളെ തെരഞ്ഞെടുക്കുക. അപ്പം നമ്മളിത് അറിയണം. എന്നെ തെരഞ്ഞെടുത്തു, ഞാനൊരു ഉപകരണം. ഈശോയ്ക്ക് ആ വ്യക്തിയെ രക്ഷിക്കണം. ബന്ധനത്തിൽ കിടക്കുന്ന ബന്ധിതർക്ക് മോചനം തരാനല്ലേ ഈശോ വന്നത്. അപ്പം ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കണം. ആ വ്യക്തി രക്ഷിച്ചെടുത്ത് കഴിയുമ്പോൾ തിരിച്ചറിയണം, എന്നെ രക്ഷിച്ചത് ആരാ? ഈ കുരുക്കിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈശോയാ. കാരണം ഈ ലോകത്തിൽ വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അതാ സ്നാപയോഹന്നാൻ ഈശോ വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു തന്നെ, ദാ ഈശോ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പം ഈ പാപത്താൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്കേ പറ്റുള്ളൂ, ഈശോയ്ക്ക് മാത്രം. അപ്പം ആ ഈശോയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സമ്മതം. പക്ഷെ അതിനൊരു നമ്മൾ ആ വ്യക്തിയുടെ നിലവിളി, ആ വ്യക്തിക്ക് നിലവിളിക്കാൻ പോലും പറ്റില്ല, ഈശോയെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. ആ അവസ്ഥയിൽ ഇപ്പം 4 പേര് ചേർന്ന് ഈശോയുടെ ഒരിക്കലും ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നില്ലേ, കെട്ടപ്പെട്ട് കിടക്കുക, കട്ടിലോടുകൂടി പെരയുടെ മുകളിൽ നിന്ന് ഇറക്കി ഈശോയുടെ കൊടുത്തു. അപ്പം ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ അവിടെ പ്രവർത്തിക്കുക. ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ രോഗി നിലവിളിച്ചോ? ഇല്ല, നിലവിളിച്ചില്ല. ആ രോഗി എൻ്റെ ഈശോയെ എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞില്ല. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം ആ കണ്ണുകളിലൂടെ ഈശോ ദർശിച്ചു. ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ കർത്താവേ എന്ന് അവരുടെ 4 കണ്ണുകൾ, അവരുടെ ആ 4 പേരുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ആ കണ്ണിലൂടെ ഈശോ അത് കണ്ടു. അങ്ങനെ ഈശോ ആ തളർവാദ രോഗിയെ രക്ഷിച്ചെടുക്കുകയാണ്. പാപങ്ങൾ നമ്മുടെ മധ്യസ്ഥം. ഇപ്പോൾ കുഞ്ഞാടിനെ രക്ഷിച്ചില്ലേ, കിണറ്റിൽ നിന്ന് രക്ഷിച്ചു, വ്യക്തികൾ ചേർന്നില്ലേ. അപ്പം നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നമുക്കല്ല, ഈശോയ്ക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈശോയുടെ മുമ്പിലേക്ക് ആ വ്യക്തിയെ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അത് തന്നെയല്ല, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വചനമുണ്ട്, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 8 ഇത് പറയുന്നുണ്ട്. അതായത് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ
പിശാച് ആദി മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ പിശാചാണ് ബന്ധിക്കുന്നത് ഒരു വ്യക്തിയെ. അതാദ്യം നല്ല സുഖമുള്ള പ്രലോഭനങ്ങൾ നൽകി അതിനെ കുരുക്കിലാക്കും. അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി ആ ദൈവപുത്രൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈശോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ആ ബന്ധനത്തെ മുഴുവനും അഴിപ്പാനാണ് കർത്താവ് വന്നേക്കുന്നത്. ആ അഴിച്ച് കർത്താവ് ആ വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുക. അതുപോലെ ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈശോ അതറിഞ്ഞ ലാസർ അവിടെ കിടന്ന് കുഴിമാടത്തിന്റെ അവിടെ കെട്ടുകൾ അഴിക്കാൻ പറഞ്ഞു. കാരണം കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഈശോയ്ക്ക് അതിനുള്ള അധികാരമുള്ളൂ. അതുപോലെ ഈശോ പറഞ്ഞില്ലേ, മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ 1 മുതൽ വായിക്കുമ്പോഴുണ്ട്, അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു. അതായത് ഇവർക്ക് അടുത്ത് ഈശോയും ശിഷ്യന്മാരും കൂടെ ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്ക് അടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ കെട്ടിയിട്ടിരിക്കുക. അപ്പം ലക്ഷണം അതാണ്, കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണും. അപ്പം ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവേൻ. അതാ ഈശോ പറഞ്ഞത്. അപ്പം ഈശോ ദൗത്യം കൊടുത്തു വിടുക. അവിടെ ഈശോ അല്ല നേരിട്ട് ചെല്ലുന്നത്. ഇപ്പം ബേബി വേറൊരാൾ വരുക, ബേബി കിണറ്റിലിറങ്ങി ചാടി, അത് ആ വ്യക്തിയെ ഫോഴ്സ് ചെലുത്തി അല്ലേ, കരച്ചിൽ കേട്ടു, മേഴ്സി വിളിച്ചു അല്ലേ, നിലവിളി കേട്ടു സഹായത്തിനോട്. ഇവിടെ ഈശോ ശിഷ്യരെ അയക്കുക, നിങ്ങൾ പോകും, അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, അതിനെ അഴിച്ചുകൊണ്ട് വരാൻ ഈശോ കൽപ്പിക്കുക. അപ്പം ഈശോ അങ്ങനെ ശുശ്രൂഷകർക്ക് തരുന്നതാണ് ആ വരം. നിങ്ങൾ അഴിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഈശോ പറഞ്ഞാൽ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരെ അയച്ചല്ലോ, 72 പേരുടെ അയച്ചു, 2 പേരെ വീതം അയച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരും പോയപ്പോൾ പിശാച് ഒഴിയുന്നത് കണ്ടു. അപ്പോൾ അതുപോലെ ഈശോ ചുമതലപ്പെടുത്തി വിടുക അവരെ. വിട്ടിട്ട് പിന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ രസമാണ്. ഈ കഴുതയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. അതിനെ കെട്ടിയേക്കുന്ന അത്രയും വട്ടത്തിലല്ലേ അതിന് കറങ്ങാൻ പറ്റുള്ളൂ, തീറ്റയും കിട്ടുള്ളൂ. അപ്പം അതങ്ങനെ കുരുക്കിപ്പെട്ട് ഇട്ടാ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സ്വാതന്ത്ര്യം കിട്ടുക. അഴിച്ചത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴോ, ഈ കുരുക്കി കിടന്നതിനെ അഴിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ പുറത്ത് ആരാ കയറിയത്? ഈശോ കയറിയത്. അതിൻ്റെ പുറത്ത് ഈശോ കയറി. കഴുതയുടെ അവസ്ഥയങ്ങ് മാറി. കഴുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും നാളും അതിനെ കെട്ടിയിട്ടിരിക്കുക. അപ്പം ഈശോ ആ ശിഷ്യന്മാരെ അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് വിട്ടില്ലായിരുന്നുവെങ്കിൽ കഴുത എപ്പോഴും കെട്ടിക്കിടന്നേനെ അവിടെ. പക്ഷെ ഈശോ അത് കണ്ടു. കഴുത കെട്ടപ്പെട്ട് കിടക്കണത് ഈശോ കണ്ടു. ഈശോ ശിഷ്യന്മാരെ അയച്ചു. ആ കഴുതേനെ അഴിച്ചുകൊണ്ട് വന്നു. ഈശോ അതിൻ്റെ പുറത്ത് കയറി ഇരുന്നു. യാത്ര ചെയ്തപ്പോൾ ഭയങ്കര സ്വീകരണവും സന്തോഷവും ആനന്ദവും ബഹുമാനവും എല്ലാം. ജീവിതത്തിൽ കഴുതയ്ക്ക് കിട്ടാത്തതെല്ലാം കിട്ടി. കഴുത ഹാപ്പിയായി. ഇതാ നമ്മുടെ ജീവിതം, ശുശ്രൂഷകരുടെ ജീവിതം ഇതാണ്. നമ്മൾ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഈശോ നമ്മളെ ഒരു ആത്മാവിനെ രക്ഷിക്കാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തുന്നു. നമ്മൾ ആ വ്യക്തിയെ ചെന്ന് കണ്ടുപിടിച്ചു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈശോ വിടുവിച്ചു, ആ വ്യക്തി സ്വതന്ത്രനായി. ആ സ്വതന്ത്രനായി കഴിയുമ്പോൾ ഈശോയിലേക്കായി. എൻ്റെ ഈശോയാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് ഈശോ നമ്മുടെ കൂടെ. അതുവരെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക എന്ന അവസ്ഥയാണല്ലോ ആ വ്യക്തിയുടെ. പക്ഷെ ആ വ്യക്തി അതിൽ നിന്ന് മോചിതനായി കഴിയുമ്പോൾ അവന് നഷ്ടപ്പെട്ടിരുന്നതും അനുഭവിക്കാൻ പറ്റാത്തതുമായ ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആദരവിൻ്റെയും എല്ലാ ഒരു മേഖലയിലേക്ക് ഈശോ പ്രവേശിപ്പിക്കുക. കാരണം ഈശോ രാജാധിരാജനാ. അപ്പം രാജാധിരാജനായവൻ വസിക്കുന്ന ആ വ്യക്തിയായി മാറിയപ്പം ലോകം മുഴുവനും അവനെ അറിയാൻ, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അവൻ സ്വതന്ത്രനാ. അപ്പം ഈശോയോടൊത്ത് അവന് എവിടെ വേണേലും സഞ്ചരിക്കാം. അപ്പം ഈ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പം കെട്ടപ്പെട്ട അവസ്ഥ അതാണ്. ശരിക്കും പറഞ്ഞാൽ ധൂർത്തപുത്രൻ കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ ശരിക്കും അവൻ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവൻ വിടുവിച്ചു പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്.
ആ പിതാവിൻ്റെ സ്നേഹം അവനെ ആകർഷിച്ച് കൊണ്ടുവരിക സ്വന്തം വീട്ടിലേക്ക്. അപ്പം അവിടെ വന്നു കഴിയുമ്പോൾ കെട്ടഴിഞ്ഞു. അവൻ മോതിരം, പുതിയ മോതിരം, ചെരുപ്പ്, സകലതും കിട്ടുക. അപ്പം ആ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക എപ്പോഴാണ്? പിതാവിൻ്റെ സന്നിധിയിൽ വന്നപ്പോഴാണ്. അപ്പം ഈശോയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആനന്ദവും സമാധാനം, പിന്നെ ദുഃഖം അല്ലെന്നേ. പിന്നെ നമ്മളെ സാത്താൻ തൊടാൻ പറ്റില്ല. കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈശോ വചനത്തിൽ പറയുന്നില്ല, എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ശക്തനാണ് എങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? കാരണം ഈശോ സ്നേഹമാണ്. അപ്പം ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഈ സ്നേഹത്തെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ യാതൊരു ശക്തിയില്ല. ഈ സ്നേഹത്തിനെ തോൽപ്പിക്കാൻ. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം സകലത്തിനെയും അപ്പം ഈ സ്നേഹമാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അപ്പം ഈശോ വന്നു എന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്, ദൈവ സ്നേഹമാകുന്നു. അപ്പം ഈ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് രൂപാന്തരീകരണം പറ്റുവാണ്. നമ്മളൊരു വേറൊരു അവസ്ഥയിലേക്ക് വരിക. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതേ ഉള്ളൂ, ഈ ലോകത്തിൽ നമ്മളെ ബന്ധിക്കാൻ പിശാച് ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നമ്മൾ ജാഗരൂകതയോടെ ഇരിക്കണം. കർത്താവിൻ്റെ സ്വരം കേട്ട് ഇതിലേ പോവുക എന്ന് പറയുന്ന ആ ശബ്ദം കേട്ട് അതിനനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഈശോയുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തിരിച്ചറിയണം, ഉണ്ട്, പിശാചുണ്ട്, ഈ ലോകത്തിൽ പിശാചുണ്ട്. അപ്പോൾ ഈ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് വിവേചന വരം വേണം. നമ്മൾ തിരിച്ചറിയണം, ആത്മാക്കളെ വിവേചിച്ചറിയണം. ഇതേത് ആത്മാവാണ് എന്നെ ഈ പ്രലോഭനത്തിന് ഇപ്പോൾ ഒന്ന് കുടിക്കാൻ വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് വിളിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയി ഒന്ന് രസിക്കുക, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒന്നിൽ പോകുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയണം, ഇത് ഏത് ആത്മാവാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നത്, എന്നെ ഇത് കുടുക്കിലാക്കാനാണോ? അത് അവിടെ ഈശോയുടെ സ്വരം ശ്രവിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിവ് പറ്റുള്ളൂ. അതാ ഈശോ പറഞ്ഞ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഇത് പ്രയാസമുള്ള കാര്യമല്ലെന്നേ. കർത്താവ് നമുക്കിതിനുള്ള സ്വാതന്ത്ര്യം, അവകാശവും സകല കഴിവും തന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ ശബ്ദം ശ്രവിച്ച് കർത്താവിൻ്റെ കൂടെ ആ വഴിയിലൂടെ നടക്കാൻ. പക്ഷെ ഇത് മനുഷ്യൻ സ്വീകരിക്കുകയില്ല, മനുഷ്യനിത് അറിയില്ല. അപ്പം നമ്മൾ തിരിച്ചറിയണം, സ്വയം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടുന്ന 3 കാര്യമുണ്ട്. അതായത് പിശാചുണ്ട്, പിശാചിൻ്റെ പ്രലോഭനം എപ്പോഴും എൻ്റെ ചുറ്റിനുമുണ്ട്. കാരണം അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്നറിയാതെ അലറിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റിന് എപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഒരു പിശാചുണ്ട്. അത് വചനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പിശാചുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഈ പ്രലോഭനത്തിൽ, ഇവൻ്റെ ബന്ധനത്തിൽ ഞാൻ വീണാൽ എനിക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവില്ല. ഇത് തിരിച്ചറിയുക. ഈ മദ്യപാനിയും അതുപോലെ ഏത് പാപാവസ്ഥയിലുള്ള വ്യക്തിയും വീമ്പിളക്കരുത്. അഹങ്കാരമാണ്, ഞാനിത് നിർത്തും, ഞാനിത് ചെയ്യും, നിർത്തിക്കോളാം എന്നൊക്കെ പറ്റില്ല. ആ ദൈവകൃപ കിട്ടാതെ അവന് പറ്റില്ല അത്. അപ്പം അവൻ സ്വയം തിരിച്ചറിയണം, എനിക്കിതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവ തിരിച്ചറിയുകയാണ്. എന്നിട്ട് അവൻ ആഗ്രഹിക്കണം, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴാണ് ആഗ്രഹം വരുമ്പോഴാണ് ആർക്കെന്നെ രക്ഷിക്കാൻ പറ്റൂ ഇതിൽ നിന്ന്. അപ്പോഴാണ് തിരിച്ചറിയേണ്ടത്, എൻ്റെ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും പറ്റില്ല. മരുന്നോ ലേപന ഔഷധമോ അല്ല സൗഖ്യം തരുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. വചനം യേശുവാണ്. അപ്പോൾ ആ ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവ് ഉറപ്പ്. പിന്നെ ഇവൻ ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം തിരിച്ചറിയണം, പിശാചുണ്ട്, പ്രലോഭനമുണ്ട്, എന്നെ വീഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ തിരിച്ചറിയണം, ഇതിൽ ഞാൻ വീണ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഒറ്റയാളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇനി അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൻ്റേതായതെല്ലാം വിട്ടിട്ട് കർത്താവിലേക്ക് നേരെ നോക്കിയിട്ട് ഈശോയെ, എനിക്ക് ഇന്ന പാപ സ്വഭാവങ്ങൾ എന്നിലുണ്ട്, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഈശോയെ ഈ ബന്ധനം എന്നിൽ നിന്ന് അഴിക്കണം, നിനക്ക് മാത്രം എന്നെ രക്ഷിക്കാൻ പറ്റും. ഈ ഒരു വിശ്വാസമാണ്. അതാ ഈശോ ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടിയത്. അതായത് ഞാൻ കുഴി കിടക്കുക, ഞാൻ പാപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, ഇനി രക്ഷിക്കാൻ ഒരുവൻ മാത്രം, അവന് സാധിക്കും. ഈ തലത്തിൽ വിശ്വാസത്തെ നമ്മൾ അങ്ങോട്ട് മുറുക്കെ പിടിക്കണം. അപ്പോൾ ഈ വിശ്വാസം നമ്മളിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ഈ ജപമാല ശക്തിയാണ്.
ജപമാല എന്ന് പറഞ്ഞാൽ മുഴുവൻ വചനമാണ്. വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വചനം പറയുക. വചനം പറയുമ്പോൾ തന്നെ അനുഗ്രഹം കിട്ടും, വചനം വായിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും, വചനം നമ്മൾ പ്രാവർത്തിയാക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. വെളിപാട് പുസ്തകം 1-3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ കുരുക്കി വീഴാതെ ജാഗരൂകരായിരിക്കണം. വീണാൽ രക്ഷിക്കാൻ ഒരുവനുണ്ട്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുകയും ആ ഈശോയ്ക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ശക്തമായിട്ട് ഈശോ പറഞ്ഞില്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആ ഹൃദയം നുറുങ്ങി ഈശോയെ വിളിക്കുമ്പോൾ ആ ഈശോ മുഖാന്തരം ഒരുക്കും. ഈശോ അവിടെ മുഖാന്തരം ഒരുക്കും. ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഈ തിരിച്ചറിവാണ്. ഇപ്പം ഈ ആട്ടുംകുഞ്ഞ് വീണു, രക്ഷിച്ചു, ഇപ്പം കണ്ടതും ശാന്തമായിട്ടിരിക്കുന്നു, അതിൻ്റെ കരച്ചിലും ബഹളവും ഭയമൊക്കെ മാറി. ഇതുപോലെ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ കയറി ഇരുന്നപ്പോൾ ആ കഴുതക്കുട്ടിക്ക് കിട്ടിയ സമാധാനം, സ്വാതന്ത്ര്യം, സന്തോഷം, ഇതെല്ലാം ഈ ലോകത്തിൽ ഈശോയോടൊത്ത് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഉള്ളവർക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം ഈ ആട്ടുംകുഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോഴല്ലേ നമുക്കതൊരു ഓർമ്മ വന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ കാണാപ്പാടം ഒന്നും പഠിപ്പിച്ച് മക്കളെ നന്നാക്കാൻ പറ്റില്ല, അടി കൊടുത്ത് പഠിപ്പിക്കാനും പറ്റില്ല, ഒട്ടും പറ്റില്ല. പിള്ളേരുടെ സ്വഭാവമൊക്കെ ഒത്തിരി വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പ്രത്യേക സ്റ്റൈലാണ് അവരുടെയൊക്കെ. അപ്പം നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പറയണം, മക്കളെ ഇതേ ഇങ്ങനെ പാട്ടും കുഞ്ഞ് കിടന്നില്ലേ, ഇതുപോലെ അമ്മാനെ പാപത്തിൽ കിടന്നാൽ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആരാ? ഒരാൾ വേണം രക്ഷിക്കാൻ. കുഴിയിൽ നിന്ന് തന്നെ കയറി വരാൻ പറ്റില്ല കുഞ്ഞാടിന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതാണ് ഈശോ. ആ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. പഠിക്കാൻ കഴിവില്ലായ്മ, നിരാശ, ദേഷ്യം, ആലസ്യം, ഇതൊക്കെ പിള്ളേരിലും വരാം. അപ്പോൾ ഇതെല്ലാം ഒരു ബന്ധന. അതിൽ നിന്ന് രക്ഷിക്കാൻ ഈശോ ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മേഴ്സി സമയം ഞങ്ങൾ കല്ലാനിക്കപ്പള്ളിയിൽ ഇതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒന്ന് നടന്നതാണ്. ഇന്ന് ഡ്രൈവറും ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പയ്യെ തണൽ നോക്കി നടന്നിങ്ങ് പോകുന്നത്. അയ്യോ ശരിക്കും പറഞ്ഞാൽ ചങ്കിടിച്ചു പോയി കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് മേഴ്സിയുടെ വീടാന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയും കരച്ചിൽ കേൾക്കുന്നു. ഞാനോർത്ത് എന്നാ പറ്റിയെന്നുള്ളത്. എൻ്റെ ദൈവമേ, ഏതായാലും അന്വേഷിച്ച് വന്നതുകൊണ്ട് ഈ കെട്ടപ്പെട്ടതിനെ കുറിച്ചൊരു ബോധ്യം കിട്ടിയില്ല നമുക്ക്. യേശുവാണ് രക്ഷിക്കുന്നതെന്നും യേശു മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്നും എല്ലാ മനുഷ്യരും ബന്ധനത്തിൽപ്പെട്ട് കിടക്കുവാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു ചെറിയ കാഴ്ചയിലൂടെ. അതെ, അപ്പം ഇനി കിട്ടിയ ബോധ്യം എന്നാ ചെയ്യണം? മറ്റുള്ളവർക്ക് ഇനി വേറെ ആരോടും പറഞ്ഞില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലും കുടുംബത്തിലും പറയുകയും അത് പ്രാവർത്തിയാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം മിടിക്കായിട്ടിരുന്നു. എന്നാൽ ശരി, നമുക്ക് കേറുന്നില്ല കേട്ടോ.